ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ അടയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത് ചെമ്മീനിന് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് നേരത്തെ വെച്ചായിരുന്നു അരമണിക്കൂറിന് വേണ്ടി. ഇത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ, ചെറുജീരകം, ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഓയിലും കുറച്ച് ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ചതാണ്. ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ നേരത്തെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലി, ഉപ്പ് എന്നിട്ട് ഇട്ടിട്ട് ഞാൻ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് നമ്മൾക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾക്കിത് വെന്തോന്ന് നോക്കാം. ഈ എണ്ണയിൽ തന്നെ കിടന്ന് നല്ല മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല ക്രിസ്പ് ആവണ്ട, എന്നാലും കുറച്ചൊക്കെ വെന്ത് കിട്ടണം. ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരാനായിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റിയതാണത്. ഇത് നമ്മൾക്ക് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാം. ഇതേ ഓയിലിൽ തന്നെ നമുക്ക് 1 കപ്പ് ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി പൊട്ടിയറിഞ്ഞ സവാളയാണ്. ഇതിലേക്ക് കുറച്ച് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക.
കുറച്ചൊക്കെ വഴണം. നല്ല ബ്രൗൺ കളർ ആവണത് വരെ വഴറ്റില്ല. അതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇത് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറുതാക്കി കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി, ഇപ്പം മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതിട്ട് ഒന്നും കൂടി വഴറ്റും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രഷ് ചെയ്തതാണത്. ഇത് നമ്മൾക്ക് ആ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യാം. ഒന്നും കൂടെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡാണ്. ഈ മസാല ആയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഇതുപോലെ ഇനിയും ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിനായി. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദമാവ് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മളിത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് പ്രസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും പരത്താം, പൊടിയിട്ടിട്ട്. പക്ഷെ ഞാനിപ്പോൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്താൻ പോവുകയാണ്. നമുക്കിത് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. തീരെ കട്ടി കൂടാണ്ട് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാല നിറയ്ക്കും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കണം. അതുപോലെ എല്ലാ അടകളും ഇതുപോലെ ഉണ്ടാക്കി വെച്ചതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഭാഗം ഒന്നും തുറന്നു പോകരുത്. അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പാനിൽ ഓയിൽ ചൂടാക്കുക.
ഇപ്പോൾ ഈ അട ഓരോന്നായി ഇതിലിട്ട് കൊടുക്കുക. ഫ്ലെയിം ചെറുതാക്കി വെക്കണം. നല്ലൊരു ബ്രൗൺ കളർ അതുപോലെ ഫ്രൈ ചെയ്യാം. രണ്ട് ഭാഗം നന്നായി മറിച്ചെടുക്കുക. ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റി വയ്ക്കുക. അത് സോസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ്. ചായക്കടി ടീ ടൈംസിനൊക്കെ നല്ലൊരു കടയാണ്. കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.